ഹലോ, മുഖം പെട്ടെന്നൊന്ന് തിളങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോകാനൊന്നും സമയമില്ലാത്തവർക്കും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഗ്ലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. വലിയ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പ്രാവശ്യം ചെയ്യാമെന്നാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. പെട്ടെന്നുള്ള പാർട്ടികളിലും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാലാണ് വേണ്ടത്. പാല് ഏറ്റവും നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി നല്ലോണം ഫേസ് ഒന്ന് കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം ആ ഫേസിലേക്ക് നമ്മൾ ഈ ഒരു ക്ലെൻസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലെൻസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മുഖം കംപ്ലീറ്റ് കഴുത്തുൾപ്പെടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകിക്കളയാം. നന്നായിട്ടൊന്ന് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം ഈ സെയിം സാധനത്തിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേനാണ്. തേൻ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. തേൻ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതും 2 മിനിറ്റ് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തണം, മസാജ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിന് എത്രത്തോളം മസാജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതും കഴുകിയെടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് കടലമാവും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈര്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങേൻ്റെ നീരാണ്. ചെറുനാരങ്ങേൻ്റെ നീര് 1 ടീസ്പൂണോളം മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചെറുനാരങ്ങ നീര് ഫേസിലിടാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിലിടുന്നത് കൊണ്ട് മാത്രമേ പ്രശ്നമുള്ളൂ. ഇതേപോലെ ഫേസ് പാക്കിലെല്ലാം 1 ടീസ്പൂണോ അല്ലെങ്കിൽ 3-4 തുള്ളിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ഫേസിലിട്ടാൽ നമ്മുടെ ഫേസിനത് കേടാണ്. ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കാനും എല്ലാം അത് കാരണമാവും. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്കും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഒരു പാക്ക് നമ്മളെ ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് മാറ്റിയ ഫേസിലേക്ക് ഒരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും 2 മിനിറ്റ് നന്നായിട്ട് തന്നെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 25 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളിത് ഫേസിൽ വെക്കുക. എല്ലാം നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായി ഡ്രൈ ആകുന്നത് വരെ ഇത് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ടൊന്ന് കഴുകിക്കളയാം കേട്ടോ. ആ ഒറ്റ യൂസ് തന്നെ നല്ല നിറവും തിളക്കവും കിട്ടും. ഇപ്പം ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ശേഷമുള്ള എൻ്റെ കൈയിൻ്റെ കളറ് അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ഒന്ന് തുടച്ച് കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് നമ്മൾ വെള്ളത്തോടുള്ള കൈ കാണിക്കുന്നവർ അങ്ങനെ ഇനി ഉണ്ടാവുക എന്നുള്ളത് വിശ്വാസമില്ലവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇത് ഒരു ഫിൽറ്ററോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചിലർ ഫിൽറ്റർ ഇട്ടതാണെന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ടെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.